നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ, പരിഹാരക്രിയകൾ ആരംഭിച്ചു. അധികം വൈകാതെ രാധികയ്ക്കുള്ള ശിക്ഷ പത്മനാഭൻ തിരുമേനി പ്രഖ്യാപിക്കും. പത്മനാഭൻ തിരുമേനി പറയുന്ന പ്രശ്നവിധി അനുസരിക്കാൻ അവൾ തയ്യാറല്ലെങ്കിൽ അവൾക്ക് എന്നേക്കുമായി ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരും. അതെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നാട്ടുകാര് ആട്ടി ഓടിച്ച് പടിയിറക്കുന്നവളുടെ മുന്നിൽ ദൈവദൂതനെ പോലെ ഞാൻ അങ്ങോട്ട് വരും. രക്ഷിക്കാനേ ഈ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ. അങ്ങനെയല്ലടാ അവളോടൊക്കെ പ്രതികാരം ചെയ്യേണ്ടത്. ആ, സിനിമാക്കാരനായതുകൊണ്ട് അതൊക്കെ സിനിമ സ്റ്റൈലിൽ തന്നെ നടക്കട്ടെ. ആ, വരേണ്ട സമയത്തെ ഒരു മിസ് കോൾ അടി, ഞാനേ അവിടെ എത്തിയിരിക്കും. ഓക്കേ ഓക്കെ. നഷ്ടപ്പെട്ട ദൈവചൈതന്യം വീണ്ടെടുക്കുക എന്നുള്ളത് ഈ നാടിന്റെ ആവശ്യമാണ്. പ്രശ്നവിധിയിൽ തെളിഞ്ഞ പരിഹാരം നാം പറയാം. അതനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. തിരുമേനി പറഞ്ഞോളൂ, പരിഹാരം എന്തായാലും അത് നടത്തിയേ പറ്റൂ. അതിനാരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല. എങ്കിൽ ദേവനാരായണൻ തിരുമേനിയുടെ മകളോട് ഹോമകുണ്ടത്തിനരികിലേക്ക് വരാൻ പറയുക. കൃഷ്ണഭഗവാൻ നിന്റെ കഴുത്തിൽ താലി ചാർത്തി തന്നു എന്ന് പറയുന്നത് അവിശ്വസനീയമായ കാര്യമാണ്. ആയിരക്കണക്കിന് ഭക്തർ അവരുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കുന്ന നടയിൽ അങ്ങനെ ഒരു കള്ളം അനുവദിക്കാൻ പറ്റില്ല. ഭഗവാന്റെ സന്നിധിയിൽ മാപ്പിരക്കുക, എന്നിട്ട് കഴുത്തിൽ കിടക്കുന്ന താലി ഇവിടെ ഈ ഹോമകുണ്ടത്തിൽ അർപ്പിക്കുക. അതാണ് പരിഹാരം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.